മലയാള സിനിമ വമ്പൻ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വമ്പൻ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ അധികകാലം പിടിച്ചു നിൽക്കില്ല. ജൂൺ 1 മുതൽ സിനിമ നിർത്തിവെക്കുന്നു. ടോട്ടൽ ഷട്ട് ഡൗൺ കൊണ്ടുവരികയാണെന്നാണ് ജി സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജി സുരേഷ് കുമാർ ഒട്ടനവധി കാര്യങ്ങളാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. തിയേറ്ററിൽ വിജയകരമായി ഓടുന്ന സിനിമകൾ OTTകൾ പറയുന്ന വിലയ്ക്ക് കൊടുക്കാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു. ആ എമൗണ്ട് തന്നെ 6 മാസം കൊണ്ടും 10 മാസം കൊണ്ടുമായിരിക്കും ലഭിക്കുക. ഫൈനാൻസ് വാങ്ങിയ നിർമ്മാതാക്കൾക്ക് OTTക്കാരുടെ പൈസ വാങ്ങി സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. തിയേറ്റർ രംഗവും തകർന്നിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ചാർജുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. 750ഓളം സ്റ്റേഷനുകളാണ് കേരളത്തിലുള്ളത്. അവിടെ പ്രത്യേക താരിഫ് ഏർപ്പാടാക്കി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ സംയുക്തമായി എടുത്ത തീരുമാനമാണ് ഇത്. ഇങ്ങനെ സിനിമ മുന്നോട്ട് പോകാനാണെങ്കിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനാൽ ജൂൺ 1 മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കുന്നു. സിനിമ നിർമ്മാണം മുതൽ പ്രദർശനം വരെയുള്ള എല്ലാം നിർത്തിവെച്ചുകൊണ്ടാണ് ഈ ഒരു സമരം. ടോട്ടൽ ഷട്ട് ഡൗൺ എന്നാണ് ജി സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മലയാള സിനിമ കടന്നു പോകുമ്പോൾ ഈ ഒരു സമരത്തിലൂടെ ഒട്ടനവധി കാര്യങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ടാക്സ് കുറയ്ക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു സാഹചര്യത്തിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ ഇത്രത്തോളം നഷ്ടങ്ങൾ വന്നു, 110 കോടിയോളം രൂപയുടെ നഷ്ടങ്ങൾ വന്നു. വരും മാസങ്ങളിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള നഷ്ടങ്ങൾ മലയാള സിനിമ സംഭവിക്കും. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ പ്രതിഫലവും ബാക്കിയുള്ള ടാക്സ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മേഖലയിലും കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 1 മുതൽ ഇതിനൊരു പരിഹാരം വരുന്നത് വരെ സിനിമാ നിർമ്മാണവും അതോടൊപ്പം തന്നെ സിനിമാ പ്രദർശനം വരെ നിർത്തിവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിലേക്കാണ് മലയാള സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് അനിവാര്യമായത് തന്നെയാണോ? ഇത്തരത്തിലുള്ള സമരം വേണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.